സി അങ്ങനെയല്ല. ഇഫ് യു ഗോ ബൈ റൂൾ ബുക്ക്, ഇഫ് യു ആക്ച്വലി ഗോ ബൈ റൂൾ ബുക്ക്, ദേ ക്യാൻ ഡു, ദ ബ്യൂറോക്രസി ക്യാൻ ഡു എനിത്തിങ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓഫ് കോഴ്സ് ഈ ഒരു മൊത്തം പ്രശ്നത്തിൽ ഒരു ബ്യൂറോക്രസിയുടെ ഓവർ സിലസ്നെസ്, ഒരു ബ്യൂറോക്രസിയുടെ ഓവർ കോഷ്യസ്നെസ് ഇതിൽ വന്നിട്ടുണ്ട്. അത് ബ്യൂറോക്രാറ്റിക് തലത്തിൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡീൽ ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ, അതായത് പീപ്പിൾ റെപ്രസെന്റേറ്റീവ്സ്, അവര് ഇത് കേൾക്കുമ്പോൾ തന്നെ അവരും ആകെ ഞെട്ടിയിരിക്കുകയാണ്, എന്താ ഇങ്ങനെ പറയുന്നത്. കാരണം INB, they themselves conduct a festival. They know the intricacies of the festival. They conduct IFFI. They know what is involved in it. So when situation came into that position, they were very cooperative. They are very understanding. They were very. They did everything possible, to make it happen. ഗവൺമെന്റിന്റെ പോളിസി ഡിസിഷൻ നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ചീഫ് സെക്രട്ടറി എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ ആ ചോദ്യം നിങ്ങൾ ചീഫ് സെക്രട്ടറിയോട് ചോദിക്കേണ്ടതാണ്. ചീഫ് സെക്രട്ടറിയോട് പിന്നെ ഹൗ ക്യാൻ ഐ ആൻസർ ഫോർ ചീഫ് സെക്രട്ടറി? I do not know. See, government, that's what I'm telling you. You have to understand what is governance. There is a political aspect to the government and there is an administrative aspect to the government. Now, are you telling me that I should go against the India's external affairs policy? Even if you tell me, whoever you are, I won't go. India comes first. My country comes first. I am not going to water it down. It's a cultural festival. There is no reason for us to be defiant. We are filmmakers. We tell stories so that our people can be sensitized. Our people can be, we can spread love and amity, not hatred. So I do not want to do that. തീർച്ചയായിട്ടും കാലം തെളിയിക്കട്ടെ. കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ്, നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ന സിനിമകൾക്ക് ഞങ്ങൾ അനുമതി തരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് അതിന് ഉത്തരം പറയുക? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ എതിർക്കേണ്ടത്? എതിർക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരനാണോ? ആണോ? അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൾച്ചറലി ഇവോൾവ് ആയ ഒരു സ്റ്റേറ്റ് അല്ലേ, അവിടുത്തെ ആളുകളല്ലേ, ഏറ്റവും അധികം ലിറ്ററസി ഉള്ള ആളുകളല്ലേ, നമ്മൾ അങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? അങ്ങനെയല്ല. അതെങ്ങനെയാണ് പൊള്ളത്തരമാകുക? അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഡോണ്ട് മിക്സ് അപ്പ് പൊളിറ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട് ഓഫ് എ ഗവൺമെന്റ്. വി ആർ Indians first, then comes everything. I did not object to government of MEA's decision of not giving exemption to 6 or 7 filmmakers, right? 6 filmmakers came from different countries. I don't want to name the country. I did not object. We can't object. And we should not object. ചില ഫിലിം മേക്കേഴ്സിന്റെ പെർമിഷൻ ഗവൺമെന്റ് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അവർ പേര് പറയേണ്ടത് ഏത് കൺട്രീസിലുള്ള ഫിലിം മേക്കേഴ്സ് ആണ് ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കുന്നത്? നിങ്ങൾ ചോദിച്ചെടുക്കത്തില്ലേ ഞാനത് പറഞ്ഞാലും? അത് വേണ്ട, അത് പറയണ്ട. അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വെച്ച് കളിക്കാനുള്ള സാധനമല്ല അത്, കേട്ടോ. ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരുന്നോ? അതുകൊണ്ടാണല്ലോ MEA പറഞ്ഞത് ഇന്ന കൺട്രിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നമുക്ക് ക്ലിയറൻസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് അഗൻസ്റ്റ് ആയിട്ട് പോകണമോ? ഒന്നുമില്ല. ഞാനിപ്പോ പറഞ്ഞല്ലോ, ഞാൻ എന്റെ കംപ്ലീറ്റ് ടൈം ലൈൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ. അതിൽ നിങ്ങൾ പറയൂ എന്ത് പ്രൊസീജിയർ ലാപ്സാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഇന്ന ഫിലിം മേക്കേഴ്സ് വരുന്നില്ല. ഇപ്പോ ഇന്ന കൺട്രിയിൽ നിന്നുള്ള ഫിലിം മേക്കേഴ്സിന് വിസ കൊടുക്കുന്നില്ല. ഞാൻ അവരുടെ സിനിമ ക്യൂറേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ സിനിമകൾ ഇവിടെ കാണിക്കാതിരിക്കുന്ന അവസ്ഥ വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യാം? ആ ഫിലിം മേക്കേഴ്സ് ഇവിടെ ഇല്ലാത്ത അവസ്ഥ വന്നാൽ എന്താ ചെയ്യാം? നമുക്കൊരു ഓർഗനൈസേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല മോനെ. ഞാൻ പറയുന്നത് 6 സിനിമകളാണ് നമുക്ക് കാണിക്കാൻ പറ്റാതായി പോകുന്നത്. ഞാൻ കേരള ചലച്ചിത്ര അക്കാദമി 6 സിനിമകൾ കാണിക്കുന്നില്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു. ആ കാരണം ഇന്നതാണ്. നിങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിനെ മറികടന്ന് നമ്മളോട് സിനിമ കാണണമെന്നാണോ പറയുന്നത്? അതാണോ നമ്മളുടെ കൾച്ചറൽ എന്തൂസിയാസം? അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല. ആ സിനിമകൾ കാണാൻ നമുക്ക് മറ്റവസരങ്ങൾ ഉണ്ടാകുമല്ലോ. ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ആ സിനിമകൾ നമുക്ക് കാണാം. പക്ഷെ ഒരു ഗവൺമെന്റ് നമ്മളോട് പറയുമ്പോൾ, ഒരു ഗവൺമെന്റ് മറ്റൊരു ഗവൺമെന്റ് ബോഡിയോട് പറയുകയാണ് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ സിനിമകൾ കാണിക്കാൻ പറ്റില്ല. വി ആർ ലിവിംഗ് ഇൻ എ ഡെമോക്രസി. വി ഹാവ് ഇലക്ടഡ് എ ഗവൺമെന്റ്. വാട്ട് എവർ ഈസ് ദെയർ പൊളിറ്റിക്കൽ ചോയ്സ്,
വി ഹാവ് ടു അക്സെപ്റ്റ്. ഷെഡ്യൂളിൽ ഈ സിനിമകൾ വരികയും പിന്നെ കാണാതിരിക്കുകയും സ്കെഡ്യൂൾ ഇട്ടതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതിന് ആ സ്കെഡ്യൂൾ ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. സിനിമയുള്ള പുസ്തകം ഉണ്ടാക്കണ്ടേ മോനെ? ഇന്ന ആളുകൾ വന്നെങ്കിലല്ലേ ഇന്ന സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ പുസ്തകം നമ്മൾ അച്ചടിച്ചു കഴിഞ്ഞു, ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷമാണല്ലോ നമുക്ക് ക്ലിയറൻസ് കിട്ടാതെ വരുന്നത്. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. ഒരു 4 സിനിമ നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി വിട്ടുകളയും. മുഹമ്മദിനെതിരായിട്ടുള്ള പരാതി അതിനകത്ത് നടപടിയെടുക്കുന്നത് വൈകി എന്നുള്ളത് ഒരു യാതൊരു പിന്നെ പാഴ്ചയും അതിലുണ്ടായിട്ടില്ല. ഒരു നിമിഷം പോലും ആ നിയമ നടപടികൾ വൈകിയിട്ടില്ല. സത്വര നടപടികൾ എടുത്തിട്ടുണ്ട്.